അമേരിക്കൻ നടനും സംഗീതജ്ഞനുമായ ജൊനാഥൻ ജോസ് ഗോൺസാലസ് വീടിന് മുന്നിൽ വെടിയേറ്റ് മരിച്ചു. അയൽക്കാരനുമായുള്ള വാക്കുതർക്കത്തിന് പിന്നാലെയാണ് വെടിയേറ്റതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെടിയുതിർത്ത സിഗ്ഫ്രെഡോ അൽവാരസ് സെജെ സാൻ ആന്റണിയോ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. രണ്ട് പുരുഷന്മാർ പരസ്പരം സ്നേഹിക്കുന്നത് കാണുന്നത് സഹിക്കാൻ കഴിയാത്ത ഒരാൾ ജൊനാഥൻ ജോസിനെ കൊലപ്പെടുത്തി എന്ന് അദ്ദേഹത്തിന്റെ പങ്കാളി കൂടിയായ ട്രിസ്റ്റൻ കെൻ ഡി ഗോൺസാലസ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാത്രി പ്രാദേശിക സമയം 7 മണിയോടെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഒന്നിലേറെ തവണ വെടിയേറ്റ ജൊനാഥൻ ജോസ് വീടിന് സമീപത്തെ റോഡിൽ വീണു കിടക്കുന്നതായാണ് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് കണ്ടിരുന്നത്. പ്രഥമ ശുശ്രൂഷ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സംഭവത്തിന് പിന്നാലെ വാഹനത്തിൽ കടന്നു കളഞ്ഞ അക്രമിയെ പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കൊലക്കുറ്റം ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ഒരു തീപിടുത്തത്തിൽ ജൊനാഥൻ ജോസിന്റെ വീടും 2 വളർത്തുപട്ടികളെയും നഷ്ടമായിരുന്നു. വീട് അയൽവാസികൾ തീവെച്ചതായെന്നാണ് ട്രിസ്റ്റൻ കെൻ ഡി ഗോൺസാലസ് ആരോപിക്കുന്നത്. ഇവിടെ എത്തിയപ്പോൾ തീപിടുത്തത്തിൽ നഷ്ടമായ വളർത്തുനായകളിൽ ഒന്നിന്റെ തലയോട്ടി ലഭിച്ചു. 2 പേർക്കും ദുഃഖം താങ്ങാൻ സാധിച്ചില്ല. ഞങ്ങൾ കരയാൻ തുടങ്ങിയപ്പോൾ അയൽവാസി സ്ഥലത്തേക്കെത്തി. അയാൾ ഞങ്ങൾക്ക് നേരെ അധിക്ഷേപം നടത്താനും തുടങ്ങി. പിന്നാലെ അയാൾ മടിക്കുത്തിൽ നിന്നും തോക്കെടുത്ത് വെടിയുതിർത്തു. ഞാനും ജൊനാഥനും നിരായുധരായിരുന്നു. ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അയാൾ വെടിയുതിർത്തപ്പോൾ ജൊനാഥൻ എന്നെ ഒരു വശത്തേക്ക് തള്ളി മാറ്റി എൻ്റെ ജീവൻ രക്ഷിച്ചു. ട്രിസ്റ്റൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി. കിങ് ഓഫ് ദ ഹിൽ എന്ന ടെലിവിഷൻ സീരീസിൽ ജോൺ റെഡ്കോൺ എന്ന കഥാപാത്രത്തിന് 2 മുതൽ 13 വരെയുള്ള സീസണുകളിൽ ശബ്ദം നൽകിയത് ജൊനാഥനാണ്. 1993 മുതൽ അഭിനയത്തിൽ സജീവമായ ജൊനാഥൻ നിരവധി സിനിമകളിലും ടെലിവിഷൻ സീരീസുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ടെക്സസിലെ സാൻ ആന്റണിയോയിലാണ് ജോസ് ജനിക്കുന്നത്. അവിടെ അദ്ദേഹം മക്കോലം ഹൈസ്കൂളിൽ പഠിച്ചു. പിന്നീട് ടെക്സസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സാൻ മാർക്കോസിൽ ചേരുകയും ചെയ്തു. ബിരുദം നേടുന്നതിന് മുമ്പ് അത് ഉപേക്ഷിച്ചു. പിന്നീട് സാൻ ആന്റണിയോ കോളേജിൽ ചേർന്നു. തുടർന്ന് ഔർ ലേഡി ഓഫ് ദ ലേക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നാടകത്തിലും പ്രസംഗത്തിലും അദ്ദേഹം ബിരുദം നേടുകയായിരുന്നു. 1996-ൽ ആരോണിന്റെ മരണശേഷം യഥാർത്ഥ നടൻ വിക്ടർ ആരോണിന് പകരമായി കിങ് ഓഫ് ദ ഹിൽ എന്ന ആനിമേറ്റഡ് പരമ്പരയുടെ 2 മുതൽ 13 വരെയുള്ള സീസണുകളിൽ ജോൺ റെഡ്കോണിന് ശബ്ദം നൽകിയത് ജോസാണ്. പാർക്സ് ആൻഡ് റീക്രിയേഷനിൽ ചീഫ് കെൻ ഹോട്ടറ്റ് എന്ന ആവർത്തിച്ചുള്ള വേഷവും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു സംഗീതജ്ഞനായിരുന്നു. ദ റെഡ്കോൺ ബാൻഡിന്റെ ഭാഗമായി നിരവധി ഗാനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. കിങ് ഓഫ് ദ ഹിൽ എന്ന സിനിമയിൽ അദ്ദേഹം ശബ്ദം നൽകിയ കഥാപാത്രത്തെ ഇത് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സഹായിച്ചിട്ടുണ്ട്. 2025 ജൂണിൽ മരിക്കുന്നതിന് മുമ്പ് ജോസ് കിങ് ഓഫ് ദ ഹിൽ പുനർജീവന പരമ്പരയ്ക്കായി തിരിച്ചെത്തി റെക്കോർഡിങ്ങും ആരംഭിച്ചിരുന്നു. 2025 ജൂൺ 1-ന് ഒരു അയൽക്കാരൻ ജോസിനെ സമീപിക്കുകയായിരുന്നു. അയാൾ ജോസിനെതിരെ സ്വവർഗാനുരാഗികളായ അധിക്ഷേപങ്ങൾ വിളിച്ചു പറഞ്ഞു. തുടർന്ന് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. താമസിയാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2 അയൽക്കാരും തമ്മിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന ഒരു തർക്കവുമുണ്ട്. പോലീസിന് പലതവണ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങളും ഉണ്ടായിരുന്നു. ടെക്സസിലെ ഓസ്റ്റിനിൽ നടന്ന 2025-ലെ ATX TV ഫെസ്റ്റിവലിൽ മാറ്റ് കിങ് ഓഫ് ദ ഹിൽ അഭിനേതാക്കളോടൊപ്പം പങ്കെടുത്തതിന് 2 ദിവസം ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. കൂടാതെ ഓസ്റ്റിനിൽ ചുറ്റി നടന്ന് 4 കിങ് ഓഫ് ദ ഹിൽ എപ്പിസോഡുകൾക്കായി താൻ ഇതിനോടകം തന്നെ വരികൾ റെക്കോർഡ് ചെയ്തെന്നും അത് പറയുന്ന വീഡിയോ ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇദ്ദേഹത്തിന്റെ മരണ വാർത്ത ലോകത്തെ ഞെട്ടിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രദേശത്തെ വിവിധ ആളുകൾ വർഷങ്ങളായി സ്വവർഗാനുരാഗികളെ അധിക്ഷേപിച്ചും വീട് കത്തിച്ചു കളയുമെന്നും ഭീഷണിപ്പെടുത്തിയും തങ്ങളെ ആക്രമിച്ചതായി കെർണൻ ഡി ഗോൺസാലസ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. അയൽക്കാരിൽ നിന്നുള്ള വർഷങ്ങളോളം ഭീഷണികൾ ഉയർന്നതിനെ തുടർന്ന് വീട് കത്തി നശിച്ചുവെന്നും ഗോൺസാലസിനും ജോസിനും ഭീഷണികൾ സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കെർണൻ ഡി ഗോൺസാലസ് ആക്രമണത്തെ ഒരു സ്വവർഗാനുരാഗ വിദ്വേഷ കുറ്റകൃത്യമായി വിശേഷിപ്പിക്കുകയും ചെയ്തു. മിസ്റ്റർ ജോസിന്റെ കൊലപാതകം അദ്ദേഹത്തിന്റെ ലൈംഗിക അഭിമുഖ്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു തെളിവും ഞങ്ങളുടെ അന്വേഷണത്തിൽ കിട്ടിയിട്ടില്ല എന്ന് സാൻ ആന്റണിയോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ്താവനയിൽ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്.